ഞാൻ വിഷമിച്ച് കിടക്കണ്ടേ? എല്ലാം എന്റെ ഭാഗത്താ തെറ്റ്, എല്ലാം എന്റെ തെറ്റാ. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ എന്റെ ബുദ്ധി. പറ്റിക്കാം, ആർക്കും പറ്റിക്കാം. കൊള്ളാമ്പോ ഇങ്ങനെയൊക്കെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നിന്റെ ഭാഗത്തുനിന്ന്. ഞാൻ വെച്ചാൽ നീയെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവനായിരിക്കും. അത് നീ ഇല്ലാന്ന് പ്രൂവ് ചെയ്തു. തള്ളി പറയാനും കളിയാക്കാനും വേണ്ടി മാത്രം ഉണ്ടായ ഒരപ്പത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഇല്ല, എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ സ്നേഹിക്കാനും വില തരൂ കൂടെ കൂടിയിട്ട് ചില ആൾക്കാരങ്ങ് കൊള്ളാം. നീ മറ്റുള്ളവരെ പോലെയൊക്കെ തന്നെ. ആരായത്? വെരി ബാഡ്, വെരി ബാഡ്. എന്താ ബ്രോ ബാഡ് ആയത് എന്ന് പറയൂ. ഹലോ, ഫുള്ള് ബാഡാണ്. ആണോ? സഹിച്ചു, ഞാനങ്ങ് സഹിച്ചു. ഇനി ഞാൻ എടുക്കണം, നീ സഹിച്ചോ. ഓ, നീ 3 മണിക്ക് വന്നിട്ട് ഇമാരി ഡയലോഗ് ഒന്നും അടിക്കില്ലേ പോലെ. കേട്ടാ കേട്ടാ, വണ്ടി എടുത്ത് പോ കേട്ടാ. മാസ്കും വാങ്ങിയിട്ട് നിൽക്കാതെ. ഈ സമയത്തല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യണം. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം കാലത്തൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഡയലോഗൊക്കെ അടിച്ചാൽ ഈ മക്കളെയൊക്കെ മാമ ക്ഷമിച്ചങ്ങ് വിടും. ഇല്ല, ക്ഷമിക്കത്തില്ല. സമയം മാമ പറയാം. ഈ 2 മണി സേസോണ്ടൊക്കെ മുന്നേ വരണം കേട്ടോ മോനെ. അപ്പൊ എന്നാ മാമൻ എന്താന്ന് ചെയ്യണ്ടെന്നുള്ള മാമ ചെയ്ത് കാണിച്ചുതരാം. മനസ്സിലായി? മാമ തൊലിക്കും ഇല്ല എന്നുള്ളതൊക്കെ മാമ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞ ഇപ്പൊ മാമ അതാ പറഞ്ഞ ഇപ്പൊ മാമൻ ഒന്നും ചെയ്യത്തില്ല. മാമ ഇപ്പൊ ഒന്നും ചെയ്തില്ല. അതെ 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 അതെ. സേഫർ നിന്റെ ആർക്കെങ്കിലും മൂഞ്ചാൻ വെച്ചേക്കുന്നവിടെ പൊട്ടന്മാരെ. നിന്നെ പോലെ ബ്രെയിൻലെസ് ആണോ അളിയാ? നിന്നെ പോലെയൊക്കെ ബ്രെയിൻലെസ് ആണോ ബ്രോ? എടാ നിന്നെ പോലെ ബുദ്ധി ഇല്ലാത്തവരാണോ അളിയാ? ബ്രെയിൻലെസ് ആണോ? ബ്രെയിൻലെസ് ആണോ? ബ്രെയിൻലെസ് ആണോ അളിയാ? നീയൊക്കെ ബ്രെയിൻലെസ്. അയ്യോ, അറിയാവോ? ഇഷ്യൂ വലിയ കാര്യം. കഴിഞ്ഞോ? കഴിഞ്ഞോണ്ടന്മാരെ ഈ സമയത്തൊക്കെ ഒന്ന് ബസ്സിറക്കല്ലേ പ്ലീസ്. ദേഹത്തോർത്ത് കോമഡി ആവുന്നുണ്ട്, കോമഡി ആയിട്ടുണ്ട് കേട്ടോ. ആണോ? അയ്യോ, നിന്റെ ആടെ സ്വത്തുവകയൊന്നുമല്ലല്ലോടാ മാറി നിൽക്കാൻ. എടാ നിന്റെ ആരുടെങ്കിലും സ്വത്തുവകയാണോടാ അവിടെ ഒന്ന് മാറിയിരിക്കാനൊക്കെ പറയാൻ. അയ്യോ ഇല്ല, ഇപ്പൊ മാറിയിരിക്കാം. നിന്റെ തറാട് സ്വത്തൊന്നും അല്ലടാ. വേണമെങ്കിൽ വണ്ടി എടുത്ത് പോടാ, നിനക്ക് നിൽക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ. കേട്ടാടാ? അയ്യേ, വന്നാ കൊണക്കുന്നവൻ. സേത്തുണ്ടെങ്കിൽ ഒന്ന് കൊണക്കുന്നതാടാ, നാണം കേട്ടവനെ. എടാ വല്ല തലച്ചോറൊക്കെ എടുത്ത് തലയ്ക്ക് വെച്ചിട്ട് സംസാരിക്കും മക്കളെ. കേട്ടാ തലച്ചോറൊക്കെ തല വെച്ച് സംസാരിക്കും കേട്ടോ. ഒന്ന് തലച്ചോറും ഇല്ല. സോറി മക്കളെ, നിങ്ങൾക്ക് ഇല്ലെന്ന് മനസ്സിലായി. അതെ, ഇവന്റെ മുടി മാത്രമേ ഉള്ളൂ, തലച്ചോറില്ല. വേണമെങ്കിൽ കുറച്ച് ഇവനെ മുടി എടുത്ത് നീ വെച്ചോ. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും അല്ല അതാ പറഞ്ഞ. അങ്ങനെയെങ്കിൽ ബാസ് ബൂസ്റ്റ് കൂട്ടണ്ട ബ്രോ. ബാസ് ബൂസ്റ്റ് ഒന്ന് കൂട്ടല്ലേ. അയ്യോ അതൊന്നും ഇല്ല. അയ്യോ മോൻ, നിന്റെ വായിൽ ബാസ് കൂടല്ലേ ഇത്, മനസ്സിലായ? സൂപ്പർ സൂപ്പർ. എത്ര രൂപയാണ് മുറയ്ക്ക്? 1000 തരാം. പിന്നെ 1000 തരാം. അതാണല്ലോ ശീലം നിന്റെയൊക്കെ. 1000 തരാം. ഇറങ്ങിയ 1000, 2000, 3000 എത്ര ഇല്ലാതെ. അയ്യോ അത് നിങ്ങളാ ചെയ്യണ്ടേ. അയ്യോ നിങ്ങളാ ചെയ്യണ്ട, മനസ്സിലായ? അത് നിങ്ങളാ വെക്കണ്ടേ. ഈ സമയത്ത് വന്ന് കൊണക്കാനും ഇതിനൊക്കെ പറ്റത്തില്ലെന്ന് അറിയത്തില്ലേ ബ്രോ? അതാ പറഞ്ഞ നിനക്കൊക്കെ തലച്ചോറില്ലെന്ന് മനസ്സിലായോ? ആണോ? ബാഡ് ആയെന്ന് പറയുന്നതാണോ ബ്രോ? നിങ്ങളടുത്ത് പറഞ്ഞു ഞാൻ ബാഡ് ആയെന്ന് അല്ലെന്ന് കഴിക്കാൻ ഞാൻ ചോദിച്ചായിരുന്നോ? നിങ്ങളുടെ അടുത്തൊക്കെ, നിന്റെ അടുത്തൊക്കെ വന്ന് ചോദിച്ചോ? വെറുതെ വഴി ഇരിക്കുന്നിടത്ത് ബാഡാണ് മാങ്ങാണ്ടിയാന്ന് പറഞ്ഞു മറ്റേ പറഞ്ഞോ? തൊഴിച്ചോ? ഞാൻ പറഞ്ഞല്ലോ. നിന്റെയൊക്കെ പേര് പറയുന്ന നീയൊക്കെ വലിയ ഡയലോഗ് അടിച്ചല്ലേ, പേരും കാളൊക്കെ പറ. മാസം അടിച്ചേ. ഏതപ്പോളോ ഗ്യാങ് ഏതാ? അയ്യോ സോറി, ഈ തീട്ടങ്ങളായിരുന്നു അറിഞ്ഞില്ല. സോറി എന്റെ ടി വി ബ്രോ, ടി വി XT അല്ലേ? ഓക്കെ, നാളെ വരാം അങ്ങോട്ടെ. മക്കളെ എല്ലാരും ഒന്ന് ഞാൻ കാണാം. പിന്നെന്ത്, വൈ നോട്ട്? കാണാം മക്കളെ, കാണണേ. മക്കള് നാളെ സിറ്റി കാണണേ, രണ്ടുപേരും കാണണേ കേട്ടാ. മാമ വേണ്ട രീതി വന്ന് കാണാം. മക്കൾക്ക് കുറച്ച് സാധനമൊക്കെ ആയിട്ട്, ആപ്പിൾ മുന്തിരിയൊക്കെ ആയിട്ട് മറ്റേ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാം. സോറി, ഫുൾ ഫോം എന്ന് പറയണേ. ഇങ്ങനെ ഗ്യാങ്ങിനെ പറ്റി അറിയത്തില്ല, അതുകൊണ്ടാ. സോറി. ആണോ? ഇല്ല സോറി, ഗ്യാങ്ങിന് ഫുൾ ടൈം പറ. അല്ല ഇല്ല, അറിയാൻ കിടക്കുന്നില്ല മക്കളെ. കണ്ടില്ലേ കാടികളുടെ ഇത് കാണിച്ചു തരാം. നിന്റെ ഞാൻ പഠിപ്പിച്ചു തരാടാ.
നിന്റെ നല്ലപോലെ പഠിപ്പിച്ചുതരാം, മനസ്സിലായി? അതാ പറഞ്ഞേ മക്കളെ ഇനി വരാം. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എക്സ്റ്റിക്ക് നാളെ നല്ല രീതി മാമ ഉറപ്പിച്ചു തരാം ആരാധയെ കേട്ടോ. ആ എന്താ ഫുൾ ഫോം എന്ന് പറയാ? ഫുൾ ഫോം എന്ന് പറയാ എക്സ്റ്റിയുടെ ഗ്യാങ്ങിന്റെ ഫുൾ ഫോം പേര് അറിയത്തില്ലെങ്കിൽ വിട്ടേര് മക്കളെ. അല്ല എനിക്ക് അറിയത്തില്ല. ഓ അയ്യോ അറിയിക്കണേ, എന്നെ ഒന്ന് അറിയിക്കണേ. ഓക്കെ മക്കളെ. ഏതാ ലോബി ഏതായിരുന്നു നിങ്ങളുടെ സിറ്റിയിലെ? വല്ല തുരുമോ പിത്തളയിലോ അല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഇതിലുള്ള തീട്ട ഗ്യാങ്ങിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. അതെ, ഞങ്ങൾക്ക് ഈ തീട്ട ഗ്യാങ്ങിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഇവിടെ അത്യാവശ്യം നല്ല രീതി അറിയാവുന്നവരൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. ആ കേക്കാം ബ്രോ. അത് ഇവർക്കാണ് പ്രശ്നം, മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും ലീവ് ചെയ്തോ. വണ്ടി എടുത്ത് വിടാ. എന്താ ഇപ്പൊ പോകുന്നത്? ദൈവം വന്നപ്പോ ഇത്ര നേരം നിനക്ക് നിന്റെ അടുത്ത് പറഞ്ഞല്ലോ സേഫ് ആണ് അത്. അപ്പൊ നിനക്ക് ഈ പ്രശ്നം ആയിരുന്നല്ലോ. എടാ പോടാ, വണ്ടി എടുത്ത്. നിന്നൊക്കെ നാളെ കാണിച്ചു തരാം കേട്ടോ. ഈ കോണയൊക്കെ നാളെ കാണണേ. ഈ കോണ നാളെ കാണണേ കേട്ടോടാ. 50 മിണ്ടായിരിക്കാൻ പറഞ്ഞില്ല, അവർ ലീവ് ചെയ്യുന്നുണ്ട്. തൊലിക്ക് വാടാ. സേഫ് ഡൈവ് എന്ന് കാണാണോ പറയാനായിട്ട്? ഈ കണ്ടി ഇതൊക്കെ ഏറെ കണ്ടി ഗ്യാങ്. ടയർ ഏത് ലോബി ഇതൊക്കെ? പിത്തുള്ള ലോബി ഉള്ളവന്മാരൊക്കെ ഒന്ന് കോണ. എന്താ പറ്റി? വായിലും എല്ലാം കയറിപ്പോയ ഈച്ചോ എല്ലാം പോയിരിക്കും കയറിയ പാർന്നിരിക്കുന്നു. എന്തോന്ന് എവിടെടാ വാ തുറന്നിരുന്നത്? ആ പറ. നീ ഓക്കേ അല്ലെങ്കിൽ എന്തോ നിന്നെ അവര് ബാഡെന്ന് പറഞ്ഞ എന്ത് പോയാ? നിന്നെയാണ് ബാഡെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുണച്ചത്, മനസ്സിലായ? എന്തിനാ കുണ? നിന്റെ അടുത്ത് അവര് ബാഡെന്ന് പറഞ്ഞ, മനസ്സിലായ? അല്ലെങ്കിൽ അങ്ങനെ ആർക്കും വേണ്ടി സംസാരിക്കാൻ നിൽക്കരുത്. അല്ല ഇറ്റ്സ് ഓക്കെ. ഇക്കാലത്ത് ആർക്ക് വേണ്ടി സംസാരിക്കാനും സ്നേഹിക്കാനും നിൽക്കുന്നത് മണ്ടത്തരം. ആർക്കറിയാം എക്സ്റ്റേഞ്ച് ആണോ? ഓണങ്ങിട്ട് ഉറച്ചിലോ ആണോ? തന്നെ ഇന്ന് നോളോ. അയ്യോ എനിക്ക് ദൈവമായിട്ട് കൊണ്ടുവന്ന ഈ തീട്ടങ്ങളെ ഉറച്ചിലെന്ന് വെച്ചാൽ ഉറച്ചിട്ട് നാളെ എക്സ്റ്റി മക്കളെ. എന്ത് എക്സ്റ്റി ഫ്രണ്ടിലാടാ? ആ ജഗറുവനെ ഹലോ. എക്സ്റ്റിയിലെ പിള്ളേരെ ഒന്ന് മാസ് ഡയലോഗ് അടിച്ച് പോയിട്ടുണ്ട്. നാളെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞു നാളെ കാണാതെ. നമുക്ക് പിന്നെ കാണാൻ വേണ്ടി മുട്ടിയിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു നാളെ ഉറപ്പായിട്ട് വരാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ എക്സ്റ്റീനെ എവിടെ കണ്ടാലും തല്ലിക്കണേ. നല്ല വായത്താളം അടിച്ചിട്ടുണ്ട്. അമ്മാര് നമ്മളെ തൊലിച്ച് തരുമെന്നൊക്കെ വായത്താളം അടിച്ച് പോയിട്ടുണ്ട്. ഞാനിപ്പോഴും എനിക്ക് അതിന് ഫുൾ ഫോം അറിയത്തില്ല ആ ഗ്യാങ്ങിന്റെ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഗ്യാങ് ഉണ്ടെന്ന്. എന്താ എക്സ്റ്റീന്ന് ഹായ് എക്സ്റ്റീന്ന് ഇട്ടിട്ട് ഇടാത്ര റിപ്ലൈ തരത്തില്ലടാ ഉമ്മാര് ഗ്യാങ് അല്ലേ അളിയാ? ഉമ്മാര് ഗ്യാങ് അല്ലേ അളിയാ? ഞാൻ ടീരം കളിക്കാൻ വേണ്ടി പോയിരുന്നു. അതില്ലേ സംഭവം ഞാൻ മുതുക്കിയിരുന്നാടാ. മുതുക്കിയിരുന്ന് ഞാനും മറ്റേ ഉണ്ട് വിൻഡർ സേവ് ചെയ്യാം. എടാ ജുഗുർ ഒന്ന് വന്നേടാ. ജുഗുർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലോട്ട് ഒന്ന് വന്നേ. എനിക്ക് നിന്റെ നമ്പർ ചേട്ട് ഷോർട്ട് അല്ലേ, ഒന്ന് ഡ്രോപ്പ് നമ്പർ ഇടാനാ. നീ ഇങ്ങോട്ടോ, നീ ഇങ്ങോട്ട് വാടാ. ഹോസ്പിറ്റലിൽ ഇങ്ങോട്ടാ.
എക്സ് ടി അപ്പോളോ എന്ന് ഒരുത്തൻ എൻ്റെ അടുത്ത് പറഞ്ഞു. മൂട് താങ്ങാൻ കുറേ തീട്ടക്കെട്ടിയുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഈ 2 ഗ്യാങ്ങുകളെയും ഞാൻ ഗ്യാങ്ങായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഗണ്ണ് കളയാൻ നാളെ റെഡി ആയിക്കോ. എക്സ് ടി ആൻഡ് BCZ ഈ തത്സമയം കാണുന്നുണ്ടെങ്കിൽ നാളെ നീ തീർന്നു. സിറ്റി എവിടെ കണ്ടാലും അറച്ചിലും അടി, മനസ്സിലായ? നാളെ എവിടെ കണ്ടാലും BCZ ആയാലും XT ആയാലും ഞാൻ തന്നെ വന്ന് ചൊറിയുകയും ചെയ്യും, നിന്നെയൊക്കെ അടിക്കുകയും ചെയ്യും. അല്ലേ? ഡ്രോപ്പ് നമ്പർ ഇട്. XT ഡ്രോപ്പ് നമ്പർ ഇട്. ലൗഡ് സ്പീക്കർ ആണ്. എനിക്ക് കുറച്ച് ബുള്ളറ്റ് തന്നെ. ബാബാ ഇങ്ങോട്ട്. ബുള്ളറ്റ് ഞാൻ മാനിയായിട്ട് പറഞ്ഞടാ. ഹലോ, ലൗഡ് സ്പീക്കർ പറഞ്ഞു ബ്രോ. ഇതാരാണ്? ഞാൻ സേവിയർ. സേവിയർ എന്നെ അമ്പത്തൂരാണേ. XT ഉള്ള അപ്പോളെ അറിയോ? അറിയാം. അപ്പോളയും പിള്ളേരും വന്നൊന്ന് നമ്മളമ്മ സംസാരം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടേ. അപ്പം XT നാളെ എവിടെ കണ്ടാലും അടിയാണേ. എന്ന് വെച്ചാൽ അവന്മാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാ ഗ്യാങ് നമ്മരെന്തോ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സേഫ് സോൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യമേ മതിയിട്ട് ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തുകൂടാ, ഞാനായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടും അണ്ണൻ തമ്പി അങ്ങ് തൊലിച്ചാനേന്ന് എന്തോ പറഞ്ഞ്. പിള്ളേർക്ക് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും XT എന്നാലും ഞാൻ വന്ന് കണ്ടോളാം. മിന്നർ സേവിയർ ഇത് ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അപ്പോൾ മിന്നർ സേവിയർ പിള്ളേരടുത്തൊന്ന് പറഞ്ഞു വെച്ചേര്, നാളെ എല്ലാമായിട്ട് റെഡി ആയിട്ട് നാളെ എവിടെ കണ്ടാലും അടിക്കും. ഓക്കെ, അപ്പൊ മിന്നലെ റെഡിയാക്കാൻ പറ കേട്ടോ പിള്ളേരടുത്ത്. അവൻ കട്ട് ചെയ്ത് പോയി. അടുത്തവൻ പോയി. ഏതാരാ? അവൻ തന്നെ. മിന്നലെ. അപ്പൊ നാളെ എങ്ങനെയാ സംസാരിക്കാനൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. നിന്റെ അപ്പോളല്ലേ ആ മൊണ്ണ, അവൻ്റെ അടുത്ത് ചോദിരി. അല്ല ഞാൻ ബ്രോയല്ല പറഞ്ഞേ. ബ്രോയോട് ഇവിടെ നിന്ന് മറ്റേ 2-3 പേരെ വെച്ച് വായത്തള്ള അടിച്ചില്ലേ എൻ്റെ അടുത്ത്. ആ മൊണ്ണ എടുത്ത് ചോദിച്ചാൽ മതി. ഈ 2 മണിക്കും 3 മണിക്കും മറ്റേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ബാഡാണ് മറ്റേന്നൊക്കെ പറഞ്ഞ് മറ്റേ 3 ഒരാൾ വന്ന് മാസം അടിക്കുമ്പം ആളും തരം നോക്കി അടിക്കണമെന്ന് പറയണം, മനസ്സിലായ? എന്നിട്ട് അവൻ എന്തോ മാസം അടിച്ചായിരുന്നു. അവനെന്തോ ഗ്യാങ് അറിയത്തില്ലെന്നോ കാണിച്ചു തരാമെന്നെന്തോ പറഞ്ഞായിരുന്നു. അപ്പം നാളെ ഈ സംഭാഷണത്തിൽ ഇതൊക്കെ എനിക്ക് വേണം, മനസ്സിലായ? ഇല്ല സംസാരിക്കൊന്നും ഇല്ല ബ്രോ, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഞാൻ പറഞ്ഞു, മനസ്സിലായ? ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശരി. ഇനി ഓർത്ത് കണ്ടില്ല കേട്ടില്ല എന്ന് പിന്നെ എല്ലായിടത്തും പറഞ്ഞേക്കണേ. ഗുഡ് നൈറ്റ്. പറയും കേട്ടോ. സിറ്റുവേഷൻ വരുന്ന വഴികള് അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലേ. ഞാൻ അവളിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ അവൻ പറഞ്ഞു വണ്ടി ഇവന്മാരായിട്ട് വള്ളി പിടിക്കാനായിട്ട് നടക്കുന്നതാ. മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട്, വലിയ ഡ്രസ്സ് ഇട്ട് അറിഞ്ഞ് മറ്റേ ഈ സമയത്ത്. അപ്പം ഞാനും അപ്പം പറഞ്ഞു ഇതിപ്പോ മിന്നൽ വിളിച്ചായിരുന്നു. ലൗഡ് സ്പീക്കർ ഇട്ടേ. ലൗഡ് സ്പീക്കർ ഇട്ടാ. അതാരാ? എന്തിനാ? പേര് പറഞ്ഞില്ല. അവനെ ഇട്. എന്ത് അവനെന്തിന്? എടാ അവൻ ഉണ്ടായിരുന്നു ഈ സിറ്റുവേഷന്. കൊണക്കിട്ട ഇങ്ങന്മാര് കൊണക്കണം, ഇനിയും കൊണക്കണം. എന്നാലേ കൊണക്കൊരു രസമുള്ളൂ, അടിക്കൊരു ത്രില്ലുള്ളൂ. അവൻ എടുത്തില്ല. എന്റെ ഓറ ഒന്നും പോകത്തില്ല, നീ വിളി. ലൗഡ് സ്പീക്കർ. ഹലോ, ലൗഡ് സ്പീക്കർ ഇട്ട്. ബ്രോ 50 വർഷം കാട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? അല്ലല്ല, ഹലോ കേക്കാവോ? ലൗഡ് സ്പീക്കർ ഇട്ടാ? ബ്രോ കേക്കാവോ? നേരത്തെ ഇവിടെ ഒന്ന് സംസാരിച്ചിട്ട് ബ്രോ ഉണ്ടായിരുന്നു.
നേരത്തെ ഇവിടെ സംസാരിച്ച് പോട്ട കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എക്സ് ടി ഗ്യാങ്ങില്? ആരാ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല എക്സ് ടിയില്? അപ്പൊ നാളെ എക്സ് ടി ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ പോയിക്കോ നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കാം. ആ പറഞ്ഞോ ബ്രോ ഇല്ലായിരുന്നോ? അപ്പൊ ബ്രോ ഇല്ലായിരുന്നോ? ഇല്ല ബ്രോക്ക് സൗണ്ട് കേട്ടാ മനസ്സിലാവൂല, ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അപ്പോളോ എന്ന് പറയുന്ന പയ്യനെടുത്ത് ചോദിച്ചിട്ട് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയാം. എന്താ ബ്രോ സിറ്റുവേഷൻ പറ? സിറ്റുവേഷൻ ഒന്നുമില്ല, വെറുതെ ഇരിക്കുമ്പം അവന്മാർക്ക് ഈ സമയത്ത് ഒന്ന് മറ്റേ വള്ളി ഡ്രസ്സ് ഇട്ടിട്ട് ബാഡാണ് മറ്റേ എന്ന് സംസാരം അടിച്ചിട്ട് പോകാൻ പറയുമ്പോൾ അവന്മാർക്ക് പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ഗ്യാങ്ങിന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ അവന്മാർ പറയുന്നത് ആണോ കാണിച്ചു തരാ തൊലിക്കും നീ, അല്ലെങ്കിൽ സേഫ് സോൺ അല്ലെങ്കിൽ നീയൊക്കെ അങ്ങ് തൊലിക്കും എന്നൊക്കെ മാസം അടിച്ചായിരുന്നു കേട്ടോ ബ്രോ. ആ പിന്നെ ഇല്ല ബ്രോ, തൊലിക്കും, നാളെ എന്തായാലും നിന്നെയൊക്കെ തൊലിപ്പിക്കും. ആ പറഞ്ഞവനെ എന്റെ ഫ്രണ്ട് കിട്ടി ഞാൻ അടിക്കും. അവൻ അത്രയും മാസം അടിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഒന്നാമത്തെ കാര്യം എനിക്ക് ഗ്യാങ്ങിനെ പറ്റി അറിയത്തില്ല. നിങ്ങൾ ആരാ എന്താന്ന് പോലും ഞങ്ങൾ അറിയത്തില്ല. എക്സ് ടി എന്ന് പറയുമ്പോൾ ഫുൾ ഫോം വരെ ചോദിച്ചിട്ട് അവൻ അറിയത്തില്ല. അപ്പോളോ ടയറോ അങ്ങനെ എന്തുകൊണ്ടാണ് അവൻ്റെ പേര്. അപ്പോൾ ഇതൊന്ന് പറയാം, നിങ്ങൾ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെന്ന് ചോദിക്കാം. പയ്യെ ഇവിടെ സിറ്റി കാണും. പിന്നെ പയ്യൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, ആരാന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കണേ ഒന്ന്. അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആ പയ്യൻ മാസം അടിച്ചായിരുന്നു, കൂടെ വേറെ 2-3 എണ്ണന്മാരുണ്ടായിരുന്നു. അത് ആരാന്ന് പറഞ്ഞാൽ അത് കൊള്ളായിരുന്നു. അത് നിങ്ങളായിട്ട് പറഞ്ഞു തരുമോ അതോ നിങ്ങൾക്ക് മാത്രമായിട്ട് അടി കൊള്ളണോ? ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ആ പറഞ്ഞോ. ആ പറഞ്ഞു കേട്ടില്ല. ഇല്ല ജിഗുറുവിനെ എടുത്ത് പറഞ്ഞു. എവിടെ? ഒരു നാടകത്തിന് 3:46 ഉണ്ടിയൊന്നുമില്ല, വേല അടിക്കേണ്ടി വരുന്നു. ചോറ് പോയി, ഇതെങ്കിലും വരട്ടെ പോലെ. ഇതും വന്നില്ല. ഒരു മാസത്തിന് വാട കുട്ടിയെടുത്ത് പോകാനും പറഞ്ഞില്ല ഈശ്വര.